ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഞാൻ 2 പൈൽ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് ക്വസ്റ്റ്യൻ ജസ്റ്റ് ജനറൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനെ പൈലുമായിട്ട് കണക്ട് ചെയ്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ചൂസ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരിക. ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരാൻ ശ്രമിക്കാം. ഓക്കെ, ബുക്ക് ഓഫ് ആൻസേഴ്സ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇന്ന് അതിൽ നിന്ന് എടുക്കാം. ആൻഡ് ടാരോ ഒന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ 2 പൈൽ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ തീരുമാനിച്ചോളൂ. ഓക്കെ, ആൻഡ് എന്നിട്ട് നിങ്ങൾക്ക് ഏത് പൈൽ വേണം എന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. ഓക്കെ, ഐ തിങ്ക് ഇത്ര മതി. ഓക്കെ, ഫസ്റ്റ് പൈൽ 111 നമ്പറാണ്. ഓക്കെ, ഫസ്റ്റ് പൈലിന് 111. ഓക്കെ, സെക്കൻഡ് പൈൽ 555. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തോളൂ. പൈൽ 1 വേണോ 2 വേണോ? ഓക്കെ, നിങ്ങളുടെ മൈൻഡിലൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരിക. പോസ് ചെയ്തോളൂ. വേണമെങ്കിൽ പോസ് ചെയ്ത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആലോചിക്കാം. ആൻഡ് നമുക്ക് പൈൽ 1 നിന്ന് റീഡിങ് തുടങ്ങാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യന് പറ്റിയ ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്നും ആൻഡ് എന്ത് തന്നെ ആവാം കേട്ടോ, എന്തും ആവാം. നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം, അതിന് യൂണിവേഴ്സ് തരുന്ന ഒരു ഉത്തരം. ഓക്കെ, പറ്റിയാൽ റിലേഷൻഷിപ്പ്, കാരണം എനിവേ പോട്ടെ, സാറില്ല. നിങ്ങളുടെ മനസ്സിൽ എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾ ചോദിച്ചോളൂ. ഞാൻ കാർഡിൽ വരുന്നതിനനുസരിച്ച് പറയാം. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. നൈറ്റ് ഓഫ് എയർ, Page of Water, 10 of Fire. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലാണ് ഇപ്പോൾ. ഓക്കെ, ഒരുപാട് ബേർഡൻ അനുഭവിക്കുന്നുണ്ട്. ചിലവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ടയർഡാവുന്നതായിരിക്കാം. ശരിക്കുമുള്ള ടയർഡ്നെസ്, ക്ഷീണം, അങ്ങനെയാവാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ചിലപ്പോൾ ടയർഡ്നെസ് എന്ന രീതിയിലാവാം. ചിലവർക്ക് ജസ്റ്റ് നമ്മൾ പറയില്ലേ, നമ്മൾ താങ്ങാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ്, അങ്ങനെയും പറയാം. ഓക്കെ, അതിൻ്റെ ഒരു ലൈക്ക് നമ്മൾ എന്താ പറയുക, ശരിക്കും മതിയായി എന്ന് പറഞ്ഞ പോലെ സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ അത് തീരുന്നേ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഒക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ, കുറച്ചുകൂടി നിങ്ങൾ അവനവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, പേജ് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അതിന് തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു സൈൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, ദാറ്റ് വരുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ പക്ഷെ കാത്തിരുന്ന് ഐ തിങ്ക് വരാതെ ആയിട്ട് ഐ തിങ്ക് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഐ തിങ്ക് സ്ട്രെസ്സ് മതിയായി, ആ ടെൻഷൻ മതിയായി, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് മതിയായിട്ടുണ്ട്. എനിക്ക് ആ ഒരു വിഷമം നിങ്ങൾക്ക് ഓവർകം ചെയ്യാനേ പറ്റുന്നില്ല, അതായത് സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനേ പറ്റുന്നില്ല. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ഒരല്പം മോട്ടിവേഷനോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ സ്ട്രെങ്ത്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഇത്രയും പ്രശ്നങ്ങൾ യൂണിവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് എത്തിക്കാനാണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രെസ്സ് തന്നിട്ടുണ്ട്, ടെൻഷൻ തന്നിട്ടുണ്ട്. യെസ്, ഓക്കെ, ഞാൻ അതിന് ക്ലാരിഫിക്കേഷൻ എടുത്തേക്കാം നിങ്ങളോട് പറയാൻ. നഷ്ടങ്ങൾ വയ്യ. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ. യെസ്, ഓക്കെ, ഒരുപാട് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 5 ആണ് ഇവിടെ. ഓക്കെ, 5 ആണ്. സോ ചേഞ്ചിൻ്റെ നമ്പറാണ്. ശരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് മറ്റേ പൈലും കൂടി വേണമെങ്കിൽ, അറിയില്ല, ഞാൻ എടുത്ത ശേഷം പറയാം. ചിലപ്പോൾ മാച്ച് ഉണ്ടാവാൻ ചിലപ്പോൾ 5 നിങ്ങൾക്ക് കാണാൻ ഡൗട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ 5 കൂടി വേണമെങ്കിൽ നെക്സ്റ്റ് കണ്ടോളൂ. ഓക്കെ, കാരണം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്ന, അതായത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. ഓക്കെ, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിൻ്റെ നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ ചില തെറ്റ് ചെയ്തു പോയി എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ചില നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എല്ലാം അത് നിങ്ങളെ ഒരു ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യൂണിവേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ച് വരുത്താൻ വേണ്ടി മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. ഓക്കെ, ചിലത് നിങ്ങൾ ഈ കയ്യിൽ നിന്ന് പോയത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ചിലത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ചില നിങ്ങളോട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട് ആരോടെങ്കിലും. ഓക്കെ, കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ വല്ലവരുമൊക്കെ ഗോസിപ്പ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കാണാം, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റായ ആരോപണങ്ങൾ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ഫുൾ നെഗറ്റീവ് എന്ന് പറയാം. ഓക്കെ, 5 പക്ഷേ നിങ്ങൾ ഇത് പഠിപ്പിക്കുകയാണ്, നിങ്ങളെ ഒരു ലെസൺ പഠിപ്പിക്കുകയാണ്.
നിങ്ങളെ തന്നെ മാറ്റാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങി പോകണം എന്നാണ്. ഈ ടവർ വീണിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാണ്. ഓക്കെ, ഇത് നമ്മുടെ ടവർ കാർഡാണ്. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ വിചാരിച്ചതിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ആ തകർച്ചകൾ, നിങ്ങളുടെ വിഷമങ്ങൾ, അത് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങളെ ശരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടു മാറണം എന്ന് പറയാണ്. എനിക്ക് നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കാണ് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ ഈ നഷ്ടപ്പെട്ടതിനൊക്കെ പകരം ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ഓഫർ, പുതിയ ഒരു മെസ്സേജ്, ആരുടെയെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ, ജോലിയുടെ ഓഫർ, പേഴ്സൻ്റെ ഓഫർ, പേഴ്സൻ്റെ മെസ്സേജ്, എന്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരി, ആ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് യെസ് എല്ലാത്തിനും പുതിയ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, 3 കാർഡാണ് വന്നിരിക്കുന്നത്, പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ. ഓക്കെ, പക്ഷെ നിങ്ങൾ യെസ് നിങ്ങൾ വളരെ ചില സത്യങ്ങൾ നിങ്ങൾ അറിയുമെന്ന് പറയാം, ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു എന്ന് പറയാം, നിങ്ങളൊരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ട് പറയാം. ഓക്കെ, എല്ലാ തരത്തിലും നിങ്ങളുടെ ലൈഫിൽ തന്നെ മാറാൻ പോകണം. പേജ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 ആയിട്ട് എടുക്കാം, നമുക്ക് വേണമെങ്കിൽ പുതിയ തുടക്കങ്ങൾ എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എൻഡിങ് ഞാൻ പറഞ്ഞു ചേഞ്ചസ് വരുത്താണ്. നിങ്ങളെ ആ ചേഞ്ചസ് വരുത്തുന്നത് നിങ്ങൾക്ക് യെസ് 1. ഓക്കെ, ഓ വാവ് 1 ഞാൻ പറഞ്ഞു എന്തൊക്കെയോ പുതിയത് വരാൻ പോവാണ്. നിങ്ങൾക്ക് ചില മെസ്സേജസ് നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ ജോലിയുടെ ഓഫർ വരും, പേഴ്സൻ്റെ മെസ്സേജ് വരും. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും, എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. അതൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ കോൺഫിഡൻസ് വിട്ട് കളയരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻസോടെ മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് സക്സസ് തീർച്ചയായിട്ടും വരും, റെക്കഗ്നിഷൻ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാറ്റം കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ സന്തോഷമായിട്ട് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരും. ഓക്കെ, ബുക്ക് ഓഫ് ആൻസേഴ്സ് നമുക്ക് എടുത്തേക്കാം. ഇവിടെ ഇരുന്നോട്ടെ, കാർഡ് ചിലപ്പോൾ എനിക്ക് കാണിക്കേണ്ട ആവശ്യം വരും, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സ് നോടി ജസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നോക്കാം. സോറി, എനിക്ക് തുമ്മൽ വരുന്നുണ്ട് നന്നായിട്ട്. എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, സോറി, നല്ല തുമ്മൽ. ഓക്കെ, നമുക്ക് ഇതിൽ നോക്കാം. ബുക്ക് ഓഫ് ആൻസേഴ്സിന് മെസ്സേജസ് നോക്കാം. The crystal ball reveals a magnifying glass. Step away and examine your alternatives. ഇതാണ് ഞാനിവിടെ കാർഡ് ഇവിടെ തന്നെ വെച്ചത്. നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ അത് വിട്ടു മാറേണ്ട സമയമായി. ഓക്കെ, അത് വിട്ടു മാറിയിട്ട് നിങ്ങൾ വേറെ കാര്യങ്ങൾ, വേറെ പുതിയ തുടക്കങ്ങളിലേക്ക് നിങ്ങൾക്ക് വേറെ എന്താ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ എന്നാണ് പറയുന്നത്. ഓൾട്ടർനേറ്റീവ്സ് നോക്കാനാണ് പറയുന്നത്. ചിലപ്പോൾ വേറെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, പുതിയതായിട്ട് നിങ്ങൾക്ക് മാറ്റി എന്താ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കുക, അതിൻ്റെ സമയമാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾ പരിശോധിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, നന്നായിട്ട് ചിന്തിക്കുക എന്ന് മാത്രമല്ല, കാര്യങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുക, എല്ലാ വശങ്ങളും നിങ്ങൾ നല്ല ആലോചിച്ച് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ you have selected the 8 of clubs. You can't be that naive. Yes, ഒരുപാട് നിങ്ങൾ ഇന്നസെന്റ് ആവരുത്. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഇന്നസെന്റ് ആവാൻ പാടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് വിട്ടുകൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. ഓക്കെ, നൈവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വളരെ ഇന്നസെന്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഒരുപാട് ശരിക്കും എന്താ പറയുക, പാവങ്ങളായി പോരുതെന്ന് പറയില്ലേ, അത്ര പാവങ്ങളാവരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും വേദനിപ്പിച്ചു പോയി, നിങ്ങളെ വിട്ടുപോയി, നിങ്ങൾക്ക് പല നഷ്ടങ്ങൾ വന്നു, അതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്തോർത്ത് നിങ്ങൾ വിഷമിച്ച് മാത്രം ഇരിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നിങ്ങൾ വേറെ ഓപ്ഷൻ ആലോചിക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് പാവമായി പോകരുത്, സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ കൂടി നിങ്ങൾ തുടങ്ങണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്നുകൂടി എടുത്തേക്കാം ഒരു മെസ്സേജ് കൂടി. ഓക്കെ, ദ സൈക്കിക് സജസ്റ്റ് യു തിങ്ക് ഇറ്റ് ത്രൂ. നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കാം. ഓക്കെ, എടുത്തു ചാടി ഒന്നും റിയാക്ട് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. നൈറ്റ് ഓഫ് എയർ നമ്മൾ കുറച്ചൊരു റാഷായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്ന കാര്യം പറയും, പെട്ടെന്ന് അതായത് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്യണ്ട, പക്ഷെ ആലോചിച്ച് നല്ലോണം ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇതായിരുന്നു ഇന്നത്തെ. ഓക്കെ, നമുക്ക് ഫയൽ 2ലേക്ക് പോവാം. എൻ്റെ ഇടയിൽ എൻ്റെ തുമ്മൽ നിൽക്കുന്നില്ല, എന്താവോ. ഓക്കെ, ലെറ്റ്സ് സീ ഫയൽ 2. ഫയൽ 2 555 ചൂസ് ചെയ്തവർക്ക് എന്താ വരുന്നത് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വെച്ചോളൂ. എന്തായാലും യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക് ഗൈഡൻസ് ആയിട്ട്. ഫയൽ 1 കണ്ടിട്ട് ഇങ്ങോട്ട് വന്നവരുണ്ടെങ്കിൽ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇവിടെയും ഒരു ആൻസർ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ചില ഗൈഡൻസ് ചിലപ്പോൾ അങ്ങനെയാണ്. എനിക്ക് നിങ്ങൾക്കും ഫയൽ 1 കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കണ്ടോളൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ മെസ്സേജ് എവിടെന്നെങ്കിലുമൊക്കെ എല്ലാം സിറ്റുവേഷൻ നിങ്ങൾക്ക് മാച്ച് ആവണമെന്നില്ല, പക്ഷെ ചില മെസ്സേജസ് അവിടെ എന്തെങ്കിലും നിങ്ങൾക്കും ഉണ്ടാവും.
ഓക്കെ, ഇപ്പം ഫുൾ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കണ്ടോളൂ, കാരണം അതിലും ചില ഇൻഡിക്കേഷൻസ് ഫയലിലേക്ക് വന്നു, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ്. സെക്കൻഡ് പൈൽ, പേജ് ഓഫ് ഫയർ, 10 ഓഫ് കപ്സ്, 7 ഓഫ് കപ്സ്, കിങ് ഓഫ് ഫയർ. ഓക്കെ, ഞാൻ 3 എടുത്തു അപ്പോഴെടുത്തത്. ഓക്കെ, സാഗർ. ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കാൻ. ഓക്കെ, ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങളുടെ മനസ്സിലറിയുന്നില്ല. ഓക്കെ, ഞാൻ അതുകൊണ്ടായിരിക്കാം ഈ കാർഡ് എക്സ്ട്രാ എടുത്തത്. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ലൈഫിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒരുപാട് ലൈക്ക് ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഇത് ചെയ്യണോ അത് ചെയ്യണോ, അതോ പുറത്ത് ജോലിയായിട്ട് പോകണോ, വീട്ടിൽ ബിസിനസ്സായിട്ട് ചെയ്യണോ, സോറി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ട്. എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ബട്ട് ഇവിടെ പേജ് ഓഫ് ഫയർ, കിങ് ഓഫ് ഫയർ ആണ്. സോ എന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങളുടെ ഒരു ഡെവലപ്മെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഫൈനലി ഒരു ചോയ്സ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളോട് മേക്ക് എ ചോയ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു കാര്യത്തിനെ നിങ്ങൾ ചൂസ് ചെയ്യൂ, എന്താ വേണ്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഐഡിയാസ് ഉണ്ട്. ഓക്കെ, ചില ഐഡിയാസ് അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചില ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഓക്കെ, അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് വേണം എന്നുള്ളത് പക്ഷേ നിങ്ങൾ സ്വയം തീരുമാനിക്കണം. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ആൻഡ് ഇവിടെ എന്ത് തന്നെ നിങ്ങൾ ചെയ്താലും ഫൈനലി നിങ്ങൾക്ക് സന്തോഷമാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത്. ഇതിന് പക്ഷേ യെസ്, നിങ്ങൾ കുറച്ച് സ്ട്രെങ്ത് കൊണ്ടുവരണം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് ചിലത് വിട്ട് കളയേണ്ടി വരും. എൻഡിങ്സ് ആണ് ഇവിടെ പറയുന്നത്. എൻഡിങ്സ്, ട്രാൻസ്ഫോർമേഷൻ, ഫ്രീഡം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടി വരും. അപ്പം അങ്ങനെ, കാരണം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയില്ല കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ആ ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ചിലത് നിങ്ങൾ വിട്ട് കളയേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആ വിട്ട് കളയാനുള്ള ഒരു മടിയാണ്. ഓക്കെ, ആ വിട്ട് കളയുന്നത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണ്, മേ ബി നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചിലത് വിട്ട് കളയാൻ ചിലപ്പോൾ നമുക്ക്, കാരണം ഒന്നിലേക്ക് ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലേ, ഒന്നിലേക്ക് ഫോക്കസ് വെച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ ചിലത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കരിയർ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കരിയറും വേണം, ബിസിനസ്സും വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അതിൽ നിന്ന് പക്ഷെ നിങ്ങൾക്ക് ഏതാ ഉപേക്ഷിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള സമയങ്ങൾ ചിലപ്പോൾ റിലീസ് വിട്ട് കളയേണ്ടി വന്നേക്കാം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. എന്തായാലും ഇവിടെ നിങ്ങൾ ആ ഒരു തീരുമാനം പക്ഷെ എടുക്കണം എന്നാണ് പറയുന്നത്. ആ തീരുമാനം എടുക്കാൻ ഒന്നിലേക്ക് ചോയ്സ് നിങ്ങളുടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പക്ഷെ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. ചിലത് റിലീസ് ചെയ്ത് കളയാനാണ് സ്ട്രെങ്ത് വേണ്ടത്. എന്ത് ചൂസ് ചെയ്യാനല്ല നമുക്ക് എപ്പോഴും സ്ട്രെങ്ത് വേണ്ടത്. നമുക്ക് എന്ത് വേണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ ഏത് വേണ്ടാന്ന് വെക്കണം എന്നാലോചിക്കാനായിരിക്കും ബുദ്ധിമുട്ട് അല്ലേ. സോ അതിനൊരു സ്ട്രെങ്ത് നിങ്ങൾ കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ആൻഡ് അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ സന്തോഷമാണ് എനിക്ക് കാണുന്നത്, ഹാപ്പിനെസ് ആണ് കാണുന്നത്, ഫാമിലിയിൽ സന്തോഷം. ഓക്കെ, നിങ്ങൾ ജനറലി നിങ്ങൾ ഐ തിങ്ക് ഫാമിലി ഹാപ്പി ആയിട്ട് നിങ്ങൾ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഇവിടെയും ആക്ച്വലി സെലിബ്രേഷൻ ആണ് കാണുന്നത് എനിക്ക്. സോ ഇവിടെ എവിടെയോ നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേഷൻ ആണ് കാണുന്നത്. ഓക്കെ, ഫ്രണ്ട്സും ഉണ്ട്, ഫാമിലിയും ഉണ്ട്, രണ്ടും ഉണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ ഓവറോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ഐ തിങ്ക് ഇങ്ങനെ ഈ റിലീസ് ചെയ്ത് കളയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആവും അല്ലേ. ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അതിൽ നിന്ന് ചിലത് നമ്മൾ വേണ്ട എന്ന് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഫോക്കസ് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആക്ച്വലി അവിടെ നമ്മൾ റിലാക്സ് ആവും. ആ റിലാക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് കുറേ സമാധാനം അങ്ങനെ തന്നെ കിട്ടും. ശരിക്കും എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് വേണമെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി എടുക്കാം. ഇവിടെ ചിലത് വിട്ട് കളയണം എന്നുള്ളൊരു അഡ്വൈസാണ് വന്നിരിക്കുന്നത്. ആ വിട്ട് കളയുന്നത് നിങ്ങൾ നല്ലതായിരിക്കും. കാരണം സോറി, ഓക്കെ ലെറ്റ്സ് സീ ജസ്റ്റിസ്. ഓക്കെ, ചിലപ്പോൾ പാസ്റ്റ് റിലീസ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, യെസ്, ഏസ് ഓഫ് ഫയർ ആണ് ഇവിടെ.
ഓക്കെ, പാസ്റ്റിനെ റിലീസ് ചെയ്ത് വിടാനായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ ചില കാര്യങ്ങൾ ഒരു ചീറ്റിംഗ് എനർജി എന്ന് പറയാം, നിങ്ങളെ വാർണിംഗ് എനർജിയാണ് ഇവിടെ. സോ മേ ബി നിങ്ങളെ പാസ്റ്റിൽ ഹേർട്ട് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ, അങ്ങനെ ആയിരിക്കാം. പാസ്റ്റിൽ ഹേർട്ട് ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ടാവും. ഇവിടെ ജസ്റ്റിസ് കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് ന്യായം ചെയ്യും എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിലപ്പോൾ പേടികളോ അല്ലെങ്കിൽ ഒരു വിഷമോ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുക, ആരോടെങ്കിലും ദേഷ്യം, അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ ആരോടെങ്കിലും ദേഷ്യം കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ആയിരിക്കാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരുപാട് ധൈര്യം വേണം. ധൈര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ യു ബി ദ ബെറ്റർ പേഴ്സൺ എന്ന് പറയില്ലേ. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ മാപ്പ് കൊടുത്ത് വിട്ടേക്കുക, കാരണം യൂണിവേഴ്സ് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും. ഓക്കെ, അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. ആൻഡ് ഇവിടെ മജീഷ്യനും ഉണ്ട്, ആൻഡ് ഇവിടെ ഏസ് ഓഫ് ഫയർ ഉണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനെ തടസ്സപ്പെടുത്തി ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടസ്സമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ റിലീസ് ചെയ്ത് കളയാം. ഓക്കെ, അത് മാത്രമല്ല, ഓക്കെ, ഇത് ഞാൻ നിങ്ങളെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ, സപ്പോസ്, ഓക്കെ, വേറെ വ്യക്തികളെ കുറിച്ച് പറയുന്നില്ല, നിങ്ങളുടെ തന്നെ ലൈഫിൽ മടി പോലത്തെ കാര്യങ്ങൾ കരുതി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് അങ്ങനെ ലൈക്ക് മടി പിടിച്ച് കിടക്കുക അല്ലേ, നമ്മൾ ലേസിനെസ്. ഓക്കെ, ലേസിനെസ്സിനെ നിങ്ങൾ മാറ്റിയെടുക്കാം. കാരണം ലേസിനെസ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ഒരു ഏസ് ഓഫ് ഫയർ ആണ് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന കാര്യമായിരിക്കും. ഇതെല്ലാം ഏസ് അല്ല മോൺസാ വന്നിരിക്കുന്നത് എല്ലാം. ഓക്കെ, 3 കാര്യങ്ങളും ഇതെന്തോ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ബട്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് ആ ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് തടസ്സപ്പെടുത്തുന്ന എന്താണോ അതിനെ നിങ്ങൾ മാറ്റിയെടുക്കണം. അതിപ്പോൾ നിങ്ങളുടെ മടിയായാലും ശരി, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ സമയം കളഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയാവാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു വിഷമം, അങ്ങനത്തെ എന്ത് കാര്യമായാലും അതിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയേണ്ടതുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് അപ്പോഴേ നിങ്ങൾ ആക്ഷൻ എടുക്കുമ്പോൾ ശരിക്കും നിങ്ങൾ ന്യായമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ന്യായമായ റിസൾട്ട് യൂണിവേഴ്സ് തരും നിങ്ങൾക്ക്. ഓക്കെ, സോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓക്കെ, ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സിനോട് നിർത്തിയേക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് യൂണിവേഴ്സിന് എന്താ പറയുന്നത്? രണ്ടും ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ രണ്ടും കേട്ട് നോക്കിക്കോളൂ പൈല്, ബിക്കോസ് എവിടെ ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തു എനിക്ക്, നോക്കിക്കോളൂ. ഓക്കെ, നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഓക്കെ, സോളാർ എക്ലിപ്സ് ഹെൻസ് അൺഎക്സ്പെക്റ്റഡ് എൻഡിങ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുന്ന കാര്യം നമ്മളതാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തോ റിലീസ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നുണ്ട്, അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ആ അങ്ങനെ മാറ്റുന്നത് എന്ത് തന്നെ ആയാലും, നിങ്ങളുടെ സ്വഭാവങ്ങളായാലും ശരി, ഓക്കെ, അല്ലെങ്കിൽ വേറെ വ്യക്തികളായാലും ശരി, എന്തൊക്കെയോ നിങ്ങൾക്ക് നല്ലതല്ലാത്തതാണ് എൻഡായി പോകുന്നത്, അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഓക്കെ, ഗ്രേറ്റ്. സൈൻ ഓഫ് ഫിഷ് ആണ്, പൈസസ് സൈൻ ഓഫ് ഫിഷ്. അഷ്യൂർസ് എവറിത്തിങ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ നടക്കും എന്നാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. യെസ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അലൈനായിട്ട് വരും. ഏസ് ഓഫ് ഫയർ പുതിയ തുടക്കമാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ നടന്നോളും. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ആ ഒരു നിങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടത് ആക്ഷൻ എടുക്കാം. ഓക്കെ, ചിലത് ലെറ്റ് ഗോ ചെയ്യലാണ്, പക്ഷെ ഇവിടെ മെയിനായിട്ട് നിങ്ങൾക്ക് അഡ്വൈസ്. ഓക്കെ, ഒന്നുകൂടി ദ വിൻസ് ഓഫ് ചേഞ്ച് ആർ ബ്ലോയിങ് യുവർ വേ. നമ്മൾ എന്താ ചൂസ് ചെയ്ത്? ഇവിടെ 555 ആണ്. 55 എന്ന് പറയുമ്പോൾ നമ്മൾ ചേഞ്ചിൻ്റെ കാര്യമാണ്. ഓക്കെ, ചേഞ്ചസ് വരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ്. എന്തോ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ആ മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ റിലീസിങ്, ഇതൊരു വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്ത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, പക്ഷെ ചിലത് റിലീസ് ചെയ്ത് കളഞ്ഞാലേ നിങ്ങൾക്ക് ചില പുതിയ തുടക്കങ്ങൾ വരുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ചേഞ്ചിൻ്റെ കാര്യം. ഓക്കെ, സോ ചേഞ്ച് ഇൻ ദ വിൻഡ്. നിങ്ങളെ ഇതുവരെ ന്യായമായിട്ട് നിങ്ങളുടെ അടുത്ത് നടന്നിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ന്യായം വരും, നിങ്ങളുടെ ഭാഗത്ത് ന്യായം വരും. ഓക്കെ, ടെൻഷൻ വേണ്ട. സോ യെസ്, ബി പോസിറ്റീവ്. ചേഞ്ച്, വിൻസ് ഓഫ് ചേഞ്ച് ആർ ബ്ലോയിങ് യുവർ വേ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.